ഹായ് ഫ്രണ്ട്സ്, അൽഫാസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചില്ലി ചിക്കനാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായി ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കൻ കഴുകി വൃത്തിയായി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണും അതുപോലെ പെപ്പർ പൗഡർ 1 ടീസ്പൂണും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും സോയാ സോസ് 1 ടേബിൾ സ്പൂണും അതുപോലെ വിനീഗർ 1 ടേബിൾ സ്പൂണും പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് പൊടികളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂണ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ചില്ലി ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. പിന്നെ അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ ഇത് 1 കിലോഗ്രാം ചിക്കനാണല്ലോ, അതിലോട്ട് 2 മുട്ടയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾ 1/2 കിലോഗ്രാമിനാണെങ്കിൽ 1 മുട്ട ചേർത്താൽ മതി കേട്ടോ. 1 കിലോഗ്രാം ആയതുകൊണ്ടാണ് 2 മുട്ട ചേർക്കുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കന് നല്ലൊരു കോട്ടിങ് കിട്ടുള്ളൂ. ഇത്രയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും മസാല നന്നായി തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നാലാണ് ചിക്കനിൽ ഈ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് ഫ്രൈ ചെയ്യാം. പക്ഷേ മിനിമം 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഈ ചില്ലി ചിക്കന്. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ്. ഇതിനായിട്ട് എണ്ണ ചൂടാക്കി എണ്ണ നല്ല രീതിയിൽ ചൂടാക്കിയതിന് ശേഷം ചിക്കൻ പീസ് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് ഇടയിലായിട്ട് വെക്കുക ഫ്ലെയിം. എന്നിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് ഫ്രൈ ചെയ്യരുത്, കാരണം നമുക്ക് ഇതിനെക്കൊണ്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന അത്രയും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ജസ്റ്റ് ഒന്ന് പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞിരിക്കണം, അതുപോലെ ഉൾഭാഗത്തുള്ള ചിക്കനും ഒന്ന് വെന്തിരിക്കണം. ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ മൊത്തം ചിക്കനും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനൊരു ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? നിങ്ങൾക്ക് കണ്ടിട്ട് കൊതി വരുന്നുണ്ടോ? ഇനി നമുക്കാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ടേക്ക് തന്നെ 10 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു പീസ് ഇഞ്ചി അതും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഞാൻ ചേർത്ത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഈ പാൻ വെച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ചൈനീസ് കുക്കിംഗ് രീതി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചില്ലി ചിക്കന് ഇതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും. അതിനുശേഷം ഇതിലോട്ടേക്ക് 3 മീഡിയം വലിപ്പമുള്ള ഉള്ളി ഞാൻ വലുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 5 പച്ചമുളക് 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള പകുതി വെന്താൽ മതിയാകും. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് ക്യാപ്സിക്കം ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്രീന്, യെല്ലോ, റെഡ് ഇങ്ങനെയുള്ള 3 കളറിലുള്ള ക്യാപ്സിക്കമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഇടുന്ന ഭാഗം വീഡിയോയിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. അതും കൂടി ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തയ്യാറാക്കിയ ചില്ലി സോസാണ്, അതാണ് കേട്ടോ ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ സോയ സോസ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇത് 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഗ്രേവി നല്ല തിക്കായിട്ട് ഒരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. ഇനി കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് എല്ലാം ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഓൾറെഡി സോസിലൊക്കെ ഉപ്പുള്ളതാണ്, അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ച് മാത്രം ചേർക്കാം. ചിക്കനിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്.
അങ്ങനെ കുറച്ച് മാത്രമേ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പം നമ്മുടെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ആദ്യമേ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് മിക്സ് ചെയ്യുന്ന സമയത്ത് റെഡ് കളർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ ചിക്കന് നല്ലൊരു റെഡ് കളർ കിട്ടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.